കനക സാർ പറയുമ്പോൾ ചെവി കൂടെ കെട്ട് കളയാൻ പറ്റില്ല, അത് ഹൃദയത്തിലാണ് പതിക്കുന്നത്. ഞാൻ പറയേണ്ട രീതിയിൽ പറഞ്ഞപ്പോൾ ഇവന് കാര്യങ്ങൾ മനസ്സിലായി, അവനത് ഉൾക്കൊണ്ടു. സത്യം പറയാണല്ലോ, എൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ ചുമട്ടത്തോണ്ട് പോയ കണ്ടപ്പോ എനിക്ക് ഏട്ടൻ ഇക്കാര്യം പറഞ്ഞില്ലേ, അപ്പൊ റൊണാൾഡോ ചാച്ചന്റെ കണ്ണുകളിലില്ലേ എന്തോ ഒരു തീരുമാനം എടുത്ത പോലെ ഇരുന്നു. സത്യം വെച്ച് ഞാൻ കണ്ടതാ. എത്ര പേര് മാറിപ്പോയടി കോളേജിൽ നിന്ന്. നീ ഒരു നല്ല തീരുമാനം എടുത്തിട്ടുണ്ട്, അതിന് ഞങ്ങളെല്ലാം നിന്നോടൊപ്പം ഉണ്ട്. ഒന്നും വല്ലാത്തൊരു സംഭവമായി പോയെന്ന്. ഞാൻ മറ്റേ കറണ്ട് ചാർജിന്റെ പൈസ അടയ്ക്കാനായിട്ട് ഇവിടെ എവിടെയാ അക്ഷയയിൽ ചെന്നിട്ട് ആ കൊച്ചിനെ കൊണ്ട് പൈസ അടപ്പിച്ചിറങ്ങിയപ്പോഴത്തേനും താഴെ കട എടുത്ത് സേവിച്ചാൻ പിടിച്ചു നിർത്തി. അയാൾക്ക് വണ്ടി മേടിഞ്ഞതിന്റെ സ്പെയർ മേടിച്ചിട്ട് കുറച്ച് പൈസ ബാക്കി അങ്ങോട്ട് കൊടുക്കാണ്. നമ്മൾ എൻ്റെ ഇല്ല എന്തോ ചെയ്യാൻ പറ്റും, എൻ്റെ ഇല്ല തരാന്. അപ്പോൾ അയാൾ പറയാം, ആട്ടെ കടയിലേക്ക് ലോഡ് വന്നു, നീ ഒരു കാര്യം ചെയ്യും, ആ ലോഡ് മൊത്തം ഇറക്കി വെച്ചിട്ടോ, ഞാൻ ആ പൈസ വരവ് ചെയ്തോളാന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ നോക്കി നിൽക്കുക. ഞാൻ പിന്നെ ഒരു ചാക്കെടുത്ത് വല്ല വിധന കടയുടെ തിണ്ണവരെ കൊണ്ടുവച്ചു. രണ്ടാമത്തെ ചാക്കെടുത്ത് തോളിലോട്ട് വെക്കാൻ അയാൾ കടയ്ക്കകത്തോട്ട് കയറി. അന്നേരം ഓടിക്കൊടുത്തു. പിന്നെ കൊടുക്കാനുള്ള പൈസ കേട്ടി ഞാൻ ചാക്ക് ചുമ്മാ. എനിക്ക് ജന്മം കൊടുത്ത എന്റെ കൊച്ചിനെ ഞാൻ എടുത്തിട്ടാ, പിന്നെ ആ തേവിച്ചിട്ട ചാക്ക്. അയ്യോ കൊള്ളാം. നീ എന്റെ കണ്ണിൽ എന്ത് കണ്ടെന്നാ പറഞ്ഞു? സാരമില്ല, എത്രയോ ആളുകൾ പോട്ടെ. എത്രയോ വർഷം